മലയാളികൾ ഏറെ നാളായി കാത്തിരിക്കുന്ന തിരിച്ചുവരവാണ് മോഹൻലാലിൻ്റെത്. മികച്ച സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും അദ്ദേഹം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നത് കാണാൻ ആരാധകർ ഏറെ ആവേശത്തോടെയാണ് കാത്തിരിക്കുന്നത്. നിരവധി പ്രതീക്ഷയുണർത്തുന്ന സിനിമകളാണ് ഇനി നടൻ്റേതായി പുറത്തിറങ്ങാനുള്ളത്. അതിൽ ആദ്യത്തെ സിനിമയാണ് ഫാന്റസി പീരീഡ് ചിത്രമായ ബറോസ്. മോഹൻലാൽ ആദ്യമായി സംവിധായകന്റെ കുപ്പായമണിയുന്ന സിനിമയ്ക്ക് മേൽ വലിയ പ്രതീക്ഷകളാണുള്ളത്. ബറോസിന്റെ റിലീസ് പാൻ ഇന്ത്യൻ ചിത്രമായിട്ടായിരിക്കും എന്നതും ഒരു പ്രത്യേകതയാണ്. ബറോസിന്റെ കന്നഡ ട്രെയിലർ ഈ അടുത്ത ദിവസം പുറത്തിറങ്ങിയിരുന്നു. മോഹൻലാൽ പാടുന്നു എന്നതും ചിത്രത്തിന്റെ ആകർഷണങ്ങളിൽ ഒന്നാണ്. മനോഹരമായ ഗാനങ്ങളാണ് ചിത്രത്തിലേത് എന്നാണ് താരത്തിന്റെ ആരാധകരുടെ അഭിപ്രായം. ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സന്തോഷ് ശിവനാണ്. ജിജോ പുന്നൂസ് എഴുതിയ കഥയിലെടുക്കുന്ന ചിത്രം 3Dയിൽ എത്തുമ്പോൾ ആകെ ബഡ്ജറ്റ് 100 കോടിയായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ്. മോഹൻലാൽ നായകനാകുന്ന ഒരു ഫാന്റസി ചിത്രമായിരിക്കും ബറോസ്. മാർക്ക് കില്ലിയനും ലഡിയൻ നാദസ്വരവും സംഗീതം പകരുമ്പോൾ നായകനാകുന്ന മോഹൻലാലിന്റെ ബറോസ് കഥാപാത്രത്തിന് 300 വയസ്സാണെന്നും റിപ്പോർട്ടുകളുണ്ട്. മോഹൻലാലിൻ്റെതായി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന തുടരും. ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തുന്നത്. മുണ്ടെടുത്ത് ഒരു സാധാരണക്കാരനായി മോഹൻലാൽ വീണ്ടും എത്തുന്ന ചിത്രമാണ് തുടരും. 15 വർഷങ്ങൾക്ക് ശേഷം മോഹൻലാൽ ശോഭന കോംബോ ഒന്നിക്കുന്ന ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് തുടരും എന്ന ഈ ചിത്രത്തിന്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രത്തിന്റെ നിർമ്മാണം. ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയമ്പിൾ രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു.